എന്തൊക്കെയാണ് വിശേഷങ്ങള്? എവിടെ ഞാൻ എന്താ വന്നിരിക്കുന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ഓ എന്താ ഉദ്ദേശം? ഞാനിവിടെ ഇരിക്കും. ഇതെന്റെ സീറ്റാ. ഓ ഹോം ബ്രാ. എന്റെ പൊന്നേ. ഹലോ ഗൈസ്, സംസാരിക്കേ, തന്റെ ചാനലല്ലേ? ഓക്കെ, അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇതാരാണ്, ആരാന്നല്ലേ? ആരാ? ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കണല്ലോ, നീ പരിചയപ്പെടുത്തി. ഓക്കെ, അടുത്തോട് ആരാ? നീ ആരാ? എന്റെ ചാനലിൽ വന്നിട്ട് എന്റെ സീറ്റിൽ കയറി എന്നൊരു ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആരാ? പറ. അല്ല വെയിറ്റ്, ഇതിനൊക്കെ ആവശ്യമുണ്ടോ ഈ ചാനലില്? വേണം. നീ ഒറ്റക്ക് കഷ്ടപ്പെടുന്നതായിട്ട് ഞങ്ങൾ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്നതാണ്. എന്തൊരു സ്നേഹം ആ കണ്ണുകളിൽ കാണാൻ. അല്ലപ്പാ, നീ കൊറേ നേരം ഇവിടെ ഞങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നില്ലേ? ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണോ? അല്ല, ഞാൻ വിചാരിക്കുമായിരുന്നു നിങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? മര്യാദക്ക് ചെയ്യടി. എന്നാ പിന്നെ നിങ്ങൾക്കങ്ങ് ചെയ്തൂടെ? ഞാൻ ചെയ്യാലോ. എന്റെ പേര് ജസ്ലി, ഞാൻ ഇവിടെ സ്റ്റുഡന്റ് ആണ്. ഞാനും പാർട്ട് ടൈം ജോബും കൂടെ ചെയ്യുന്നുണ്ട്. എന്റെ പേര് അഞ്ജു, ഞാനും സ്റ്റുഡന്റ് ആണ്. അതിന്റെ ഒപ്പം തന്നെ ഞാനും പാർട്ട് ടൈം ചെയ്യുന്നുണ്ട്. ഓക്കെ. ഞാൻ വിഭിഷ, ഞാൻ സ്റ്റുഡന്റ് അല്ല, ഞാൻ പ്രൊഫഷണൽ ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യാണ്. എല്ലാരും അറ്റൻഡൻസ് എടുത്തു കഴിഞ്ഞു? 1 2 3 4. ഓൾറെഡി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ തുടങ്ങിക്കോ. ഇനി നീ നിന്റെ ചാനൽ എന്താന്ന് വെച്ചാ പറ, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാം. എന്റെ കയ്യിൽ നിന്ന് പോയി. അത് ഓൾറെഡി പോയതാണ്, അത് നിനക്ക് മനസ്സിലായില്ലല്ലേ? ഇനി എപ്പോഴും ഞങ്ങളും ഉണ്ടായിരിക്കും. അതെ ഗൈസ്, ഇനിയിപ്പോ കുറച്ച് ദിവസം ഞങ്ങളെ ഫേസ് കാണേണ്ടി വരും, ഞങ്ങളെ ചളി കേൾക്കേണ്ടി വരും, ഒക്കെ ചെയ്യേണ്ടി വരും. ഇവിടെയല്ലേ നിങ്ങൾ സഹിച്ചേ, ഇനിയിപ്പൊ ഞങ്ങളെ പോലുള്ള നല്ല ആൾക്കാരെ നിങ്ങൾ കാണും, കുറച്ച് എന്റർടൈനിങ് ആക്കി കൊണ്ടുവരും ഞങ്ങള്. ഇവളെ പോലെ ഞങ്ങൾ ബോറടിപ്പിക്കുന്നത്. ഇവള് അവസാനം പറയണം, ഒന്ന് ഇറങ്ങി പോവോ നിങ്ങൾ, ആ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അറിയത്തില്ല. കണ്ടോ ഗൈസ്, ഞാൻ മിണ്ടുന്നില്ല. ഇത്രോ നാള് ഇവളുടെ സൗണ്ടും കാര്യങ്ങളും എല്ലാം കേട്ട് നിങ്ങൾക്ക് ബോറടിച്ചില്ലേ? ഇനിയാണ് കുറച്ച് എന്റർടൈൻമെന്റും കാര്യങ്ങളും എല്ലാം വരുന്നത്. ബിക്കോസ് ഓഫ് ഞങ്ങൾ വന്നിരിക്കുന്നു, അടിച്ചു പൊളിച്ചിരിക്കും. ഇങ്ങനെ അലമ്പാക്കരുത്. എന്റർടൈൻ മാത്രമല്ല, കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളും പറയാം. കാരണം ജർമ്മനിയിലാണ് ഞങ്ങളിപ്പോ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒരുപാട് സ്റ്റുഡൻസ് വരുന്നുണ്ട്, ചിലരുടെ വിസ റിജക്ഷൻ, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ്, ഒരുപാട് ക്വറീസ് നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാറുണ്ട്. ഞങ്ങളുടെ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് ഇവിടെ. കാരണം ഞങ്ങൾ 4 പേരും ഓരോ കാലം 2022 മുതൽ അങ്ങനെ വന്ന സീരീസ്, ഞാൻ 22 അങ്ങനെ ഒരു ഇതിൽ വന്നത്. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് ഞാനാണ്. ഒരുപാട് അങ്ങനെ ഇല്ല. ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ ഫേസ് ചെയ്ത കാര്യങ്ങളും പുതിയ വന്ന മാറ്റങ്ങളും എല്ലാം നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ ഈ വരുന്ന വെള്ളിയാഴ്ച ഇന്ത്യൻ ടൈം രാത്രി 8 മണിക്ക് നമ്മൾ ലൈവിൽ വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങളെല്ലാം അവൈലബിൾ ആയിരിക്കണം, നമ്മളോട് വന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതിന്റെ കൂടെ കുറച്ച് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ലൈവിൽ വന്ന് ചോദിക്കുക, ഞങ്ങളുടെ കാര്യങ്ങളും പറയുന്നതായിരിക്കും. അല്ലെങ്കിലും പിന്നെ നമ്മുടെ ലൈവ് പിന്നെ പണ്ടേ പൊളിയാണല്ലോ. എന്തോ എങ്ങനെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ലൈവ് ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകാനാണോ? അത് നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരുന്നു കേട്ടോ. അതങ്ങനൊന്നും വരാൻ ചാൻസ് ഇല്ല. കാരണം ഈ പ്രാവശ്യം നമ്മളെല്ലാരും ഉണ്ടല്ലോ. അപ്പൊ ഏതായാലും അമ്മൻ ഹിറ്റ് ആയിരിക്കും, അത് ഷുവറാ, അതിലൊരു സംശയമില്ല. അപ്പോൾ നമുക്ക് വീണ്ടും ലൈവിൽ കാണാം വെള്ളിയാഴ്ച 8 മണിക്ക്. വീണ്ടും കാണുന്നത് വരെ എന്റെ കയ്യിൽ നിന്ന്